കാട് പകൽ നിശബ്ദമാണ്. പക്ഷേ രാത്രി കാടൊരിക്കലും ഉറങ്ങുകയില്ല. ഇലകളുടെ ചലനം പോലും ആരോ നടക്കുന്നത് പോലെ തോന്നിപ്പിക്കും. ചില രാത്രികളിൽ കാട് ശ്വാസം പിടിച്ച് കാത്തു നിൽക്കും. അങ്ങനെയുള്ള രാത്രികളിലാണ് ഭയം ജനിക്കുന്നതും. വടക്കൻ മലനിരകളുടെ ഇടയിൽ മനുഷ്യരുടെ ഓർമ്മയിൽ നിന്ന് പോലും മാഞ്ഞുപോയ ഒരു ആഴമുള്ള കാടുണ്ടായിരുന്നു. ആ കാടിന് ഒരു പഴയ നിയമമുണ്ടായിരുന്നു. കറുത്ത ചന്ദ്രൻ ഉദിച്ചാൽ കാട്ടിലേക്ക് നോക്കരുത്. പക്ഷേ ആ നിയമം അവിടെ ആരും പാലിച്ചിരുന്നില്ല. ആരോ വർഷങ്ങൾക്ക് ശേഷം ആ കാടിന്റെ അതിരിലെത്തി. നഗരജീവിതം അവനെ കാടിനോട് അകറ്റിയിരുന്നെങ്കിലും ഈ മണ്ണ് അവനെ തിരിച്ചറിയുന്ന പോലെ അവന് തോന്നി. പഴയ ഓർമ്മകൾ മരങ്ങളുടെ നിഴലിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ താമസിക്കാൻ വന്നത് ഒരു പഴയ വനംവകുപ്പ് ക്വാർട്ടേഴ്സിലായിരുന്നു. ചുറ്റും കാട്, വിളക്കുകളില്ല, മനുഷ്യ ശബ്ദങ്ങളില്ല. കാറ്റുപോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് വരാത്തതുപോലെ. രാത്രി പൂർണ്ണമായി വീണപ്പോൾ ആകാശം പതിയെ മാറാൻ തുടങ്ങി. ചന്ദ്രൻ പതിവ് പോലെ അല്ലായിരുന്നു. അത് വെളുപ്പുമല്ല, ഇരുട്ടുമല്ല. ചാരം പിടിച്ച അസ്വാഭാവികമായ ഒരു രൂപം. കറുത്ത ചന്ദ്രൻ. ആരവിൻ്റെ നെഞ്ച് അറിയാതെ മുറുകി. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം. വളരെ മന്ദം. കാറ്റിൻ്റെ ശബ്ദമല്ല, മൃഗത്തിൻ്റെതുമല്ല. അത് അവൻ്റെ പേരായിരുന്നു. ആര്? അവനൊരു ചുവട് മുന്നോട്ട് വെച്ചു. അതേസമയം പിന്നിൽ നിന്ന് മറ്റൊരു ചുവടിൻ്റെ ശബ്ദം. അത് അവൻ്റേതല്ലായിരുന്നു. ആരവ് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അവൻ അറിഞ്ഞു, കാട് ഉണർന്നിരിക്കുന്നു. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. ക്വാർട്ടേഴ്സിലെ കുടിസുമുറിയിൽ അവൻ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ അവൻ നടക്കാനിറങ്ങി. കാടിനുള്ളിലെ ഒരു പഴയ മൺവഴി പിന്തുടർന്ന് അവൻ നടന്നു. വഴിയുടെ അറ്റത്ത് ഒരു ഒറ്റക്കുടിൽ. അവിടെ ജീവിച്ചിരുന്നത് ഒരു മുത്തശ്ശനായിരുന്നു, നാരായണൻ. മുത്തശ്ശനെ കണ്ടതും അവന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. എന്നാൽ മുത്തശ്ശനാകട്ടെ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ വന്നത് നല്ല സമയമല്ല. കറുത്ത ചന്ദ്രന്റെ കാലം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അറിവും ഭയവും ഒരുമിച്ചുണ്ടായിരുന്നു. ആരവ് ചോദിച്ചു, കറുത്ത ചന്ദ്രൻ അതെന്താണ്? നാരായണൻ കുറച്ചുനേരം കാട്ടിലേക്ക് നോക്കി. പിന്നെ പതിയെ പറഞ്ഞു, പണ്ട് കാലത്ത് ഈ കാട് മനുഷ്യരുടേതായിരുന്നു. അതേ മനുഷ്യർ കാടിനെ വഞ്ചിച്ചു, മരങ്ങൾ മുറിച്ചു, മൃഗങ്ങളെ ഇല്ലാതാക്കി. അപ്പോൾ കാട് പ്രതികരിച്ചു. ആ പ്രതികരണമാണ് കറുത്ത ചന്ദ്രൻ. ആദ്യം മൃഗങ്ങൾ മാറി, പിന്നെ മനുഷ്യർ. രാത്രിയിൽ പോയവർ തിരിച്ചു വന്നില്ല. ചിലർ തിരിച്ചു വന്നു, പക്ഷെ അവർ പഴയ മനുഷ്യരായിരുന്നില്ല. ഇതെല്ലാം സത്യമോ മിഥ്യയോ എന്നറിയാത്ത അവന് വെറും ഒരു മരവിപ്പ് മാത്രമാണ് തോന്നിയത്. അവൻ തിരികെ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു. ഗസ്റ്റ് ഹൗസിൽ അന്ന് മുഴുവൻ വെറുതെ ചുറ്റിത്തിരിക്കുകയായിരുന്നു അവൻ. കൊണ്ടുവന്ന ബ്രെഡ് തണുത്തു മരവിച്ചിരുന്നു. എന്നാലും അവൻ അത് തന്നെ കഴിച്ചു. മറ്റൊന്നിനും അവനാകുന്നുണ്ടായിരുന്നില്ല. അറിയാതെ മയങ്ങിപ്പോയ അവൻ പിന്നീട് ഉണർന്നത് ആൾക്കൂട്ടത്തിൻ്റെ ബഹളം കേട്ടായിരുന്നു. അപ്പോഴേക്കും സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരുന്നു. അന്നേ ദിവസം രാവിലെ കാട്ടിലേക്ക് പോയ ഒരു ഗവേഷകനെ കാണാതായിട്ടുണ്ട്. അയാളെ തേടിയിറങ്ങിയ ആൾക്കൂട്ടത്തിൻ്റെ ബഹളമായിരുന്നു അത്. പോരാട്ടത്തിൻ്റെ അടയാളങ്ങളോ ലക്ഷണങ്ങളോ ഒന്നുമില്ല. അയാളുടെ ചെരുപ്പുകൾ മാത്രം കണ്ടു കിട്ടിയിട്ടുണ്ട്, നാട്ടുകാർ പരസ്പരം പറഞ്ഞു. ഇതറിഞ്ഞ ആരവിന് ചെറുതായൊരു ഭയം തോന്നാതിരുന്നില്ല. രാത്രി അവൻ ഡയറി എഴുതാനിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ശബ്ദം. അവൻ പുറത്തേക്ക് നോക്കി. കാടിൻ്റെ അതിരിൽ അവൻ അവളെ കണ്ടു. മരങ്ങൾക്കിടയിൽ നിശ്ചലമായി നിന്ന ഒരു സ്ത്രീ, കാടുപോലെ പഴയ കണ്ണുകൾ. അവൾ പറഞ്ഞു, ഇവിടെ നിന്ന് പോ, കാട് നിന്നെ തിരഞ്ഞെടുത്തു, നിനക്കാപത്താണ്. ആരവ് മറുപടി പറയുന്നുമ്പേ അവൾ മാഞ്ഞുപോയി. ആകാശത്ത് വീണ്ടും കറുത്ത ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. കാടിനി കഥ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്.